ഹണിഡെയിൽ എന്ന പേരുള്ള ആ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. അവിടുന്ന് ഞങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ എത്തി. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല ഭംഗിയുള്ള വ്യൂസൊക്കെ കേട്ടോ. ഡേ ടൈമിൽ തന്നെ അതിൻ്റെ പുറത്ത് ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും നല്ല എന്താ പറയുക, നല്ല ഊട്ടിയിലെ തണുപ്പ് അൺസൈക്കബിളൊന്നും അല്ല, നല്ല അപാര തണുപ്പൊന്നുമില്ല. കേരളത്തിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിനെ സംബന്ധിച്ച് കുറച്ചധികം അത്രയേ ഉള്ളൂ. ഹോം സ്റ്റേ ആയിരുന്നു, പക്ഷെ അവിടെ പാചകം ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ ഫുഡ് അന്വേഷിച്ച് നടക്കുക. ഞങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ എടുത്തിരിക്കുന്ന ക്വാർട്ടേഴ്സ് ഹണിഡെയിൽ എന്ന് പറഞ്ഞൊരു ക്വാർട്ടേഴ്സാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ക്വാർട്ടേഴ്സാണ്, പക്ഷെ പാചകം ചെയ്യാനുള്ളൊരു കിച്ചണോ സൗകര്യങ്ങളോ ഒന്നും അവിടെ ഇല്ലയെന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഞങ്ങൾ പുറപ്പെടുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു -ഡിഗ്രിയിലെത്തും എന്നൊക്കെ. പക്ഷെ -ഡിഗ്രി ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ മാവൂരിലെ ചെറുപ്പയിൽ രാവിലെ ഇതിലും നല്ലൊരു തണുപ്പൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾക്ക് അങ്ങനെ പെപ്പർ ആൻഡ് സാൾട്ട് എന്നൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എന്തെല്ലാം ഫുഡ് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ലേക്കിന് സമീപത്തുള്ള ഒരു റെസ്റ്റോറൻ്റാണ് എത്തിയിരിക്കുന്നത്. പെപ്പർ ആൻഡ് സാൾട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾ ഏതായാലും അവിടേക്കൊന്ന് കയറി നോക്കട്ടെ. ഇപ്പം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ തണുപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ. മൈനസിലും എത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിലേക്കാളും കുറച്ചുകൂടിയൊക്കെ തണുപ്പ് പിടിച്ചു തുടങ്ങി. ഇപ്പോൾ ചെറുതായിട്ട് വിറയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഹണിഡെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോം സ്റ്റേയിലേക്കാണ്. അപ്പോൾ ഈ ഹണിഡെയിൽ വളരെ സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്ക് കാമൻ കൂളായിട്ട് ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഫാമിലിക്ക് പറ്റിയൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങളിപ്പോൾ കോട്ടേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഞങ്ങൾ ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത്. നല്ല വൃത്തിയുള്ള നല്ലൊരു ഏരിയ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ആരെങ്കിലും ഇനി ഊട്ടിയിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ കുറേ ഹോം സ്റ്റേസ് ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു ഹോം സ്റ്റേ എടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത്. ഹണിഡെയിൽ എന്നാണ് ഈ ഒരു ക്വാർട്ടേഴ്സിൻ്റെ പേര്. ഈ ഹണിഡെയിലിൻ്റെ ഫ്രണ്ടിൽ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഹണിഡെയിലിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നല്ലൊരു വ്യൂസാണ്. രാവിലെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും തോന്നുന്നു. ഉച്ചയ്ക്ക് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കാണാനും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല നൈറ്റാണ്. എല്ലാ കോട്ടേജിലുള്ള ലൈറ്റുകൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കോട്ടേജിൻ്റെ ഉൾവശമാണ് കാണുന്നത്. നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ്. 3 ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത്. 3 ഫാമിലിക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 3 ബെഡ്റൂമിൻ്റെയും സൈഡിൽ നല്ല നല്ല ഒരു വ്യൂ കിട്ടുന്നതിനുള്ള ഒരു ഡോറുണ്ട്. ആ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ സാധനങ്ങളെല്ലാം എല്ലാവരും ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 ഫാമിലിയാണ് പോയത്. അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിന്നൊരു 11 മണിയോടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 11 മണി ആയിക്കാണ് ഇവിടെ എത്തുമ്പോൾ. പിന്നെ നല്ലൊരു ഹോംലി ഫുഡുള്ള സ്ഥലത്ത് പോയി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് റൂമിലോട്ട് വന്നത്.
ഞങ്ങൾക്കറിയാം ഈ റെസ്റ്റോറൻറ്റ് നല്ല ഫുഡായിരുന്നു കേട്ടോ. പെപ്പർ ആൻഡ് സാൾട്ടർ എന്ന ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയിരുന്നത്. നല്ല ഫുഡാണ്. ഫുഡെല്ലാം കഴിച്ചു ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വഴിയാണ്. ഓക്കെ, മാർക്കറ്റിൽ നിന്ന് നമ്മളെ ഊട്ടിയുടെ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, നല്ല ഫ്രഷ് സാധനമായിരുന്നു കേട്ടോ. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ച് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് സൂര്യകാന്തി പൂ ഒട്ടും കണ്ടില്ലല്ലോ നമ്മൾ. വീണ്ടും കാണുന്നത് വരെ ബായ്.